അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഖുലിഖത്തിൽ മലായികതു മിനൻ നൂർ. മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത് അത് പ്രകാശത്തിൽ നിന്നാണ്. വഖുലിഖൽ ജാൻ, എന്നാൽ ജിന്നുകളെ അള്ളാഹു സൃഷ്ടിച്ചത് മിൻ മാരിജിൻ മിൻ നാർ, പുകയില്ലാത്ത തീജ്വാലയിൽ നിന്നാണ് ജിന്നുകളെ അള്ളാഹു സൃഷ്ടിച്ചത്. വഖുലിഖ ആദമു മിമ്മാ വുസിഫ ലക്കും. ആദം, അതായത് മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വിശേഷിപ്പിക്കപ്പെട്ടതിൽ നിന്നാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദൃശ്യ സൃഷ്ടികളായ ജിന്ന്, മലക്ക്, ഇവയിലെ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ഇവയുടെ വ്യതിരക്തത നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊന്ന്, മലക്കുകൾ പ്രകാശത്തിൽ നിന്നാണെങ്കിൽ ജിന്നുകൾ അത് തീയിൽ നിന്നുമാണ് എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കാം. മൂന്നാമതായി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ജിന്നുകളും പിശാചുകളും എന്നുള്ളത് അത് കേവലം ഒരു മിഥ്യാധാരണയല്ല, കെട്ടുകഥകളല്ല, മറിച്ച് അവ യാഥാർത്ഥ്യമാണ് എന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മനുഷ്യരെ പോലെ തന്നെ സൃഷ്ടികളാണ്, മനുഷ്യർക്ക് മരണമുള്ളതുപോലെ തന്നെ ജിന്നുകൾക്കും മരണമുണ്ട് എന്നുള്ളതും ഈ ഹദീസിലൂടെ നമ്മൾ അടിവര ഇട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അല്ലാഹു അഅലം. അള്ളാഹു യഥാർത്ഥ ഹക്ക് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.